ശരിയെന്നാ, അമ്പിമാമൻ കിടന്നോ? ബി പി കിടക്കുന്നില്ലേ? കിടക്കണം. നീ പോയി കിടന്നോ. ശരി. അപ്പോ നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. അമ്മ 2 ദിവസം കഴിഞ്ഞൊരു യാത്ര പോവാണ്. എങ്ങോട്ട്? ബാംഗ്ലൂരിലൊരു മേക്ക് ഓവർ അപ്ഡേഷൻ കോഴ്സ്. അതിൽ പങ്കെടുക്കണമെന്ന അമ്മയുടെ തീരുമാനം. അതിനെന്താ വി പി? അമ്മ പോയിട്ട് വരട്ടെ. അല്ല, ഗീത എവിടെ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു? അതിനിപ്പോ എന്താ പ്രയാസം? അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വി പി ഉണ്ടല്ലോ ഇവിടെ. ഇനിയിപ്പോ അതിന്റെ പേരിൽ അമ്മയുടെ യാത്ര മുടക്കാൻ നിൽക്കണ്ട. ഞാനും അത് തന്നെ അപ്പു പറഞ്ഞത്. ആ കോഴ്സ് കൊണ്ട് ഗീതയ്ക്ക് ഗുണമുണ്ടാവുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേടോ. 1-2 ആഴ്ചത്തേക്കാണെങ്കിലും അമ്മയ്ക്ക് ആ യാത്ര കൊണ്ട് സന്തോഷമാവുമെങ്കിൽ അമ്മ പോയിട്ട് വരട്ടെ. ഇനിയിപ്പോ വി പി ആയിട്ടത് മുടക്കാൻ നിൽക്കണ്ട. ഗീത എന്തുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തതെന്ന് തന്നെ പോലെ തന്നെ അപ്പുവിനും മനസ്സിലായി. ഇനിയിപ്പോ അതിന്റെ പേരിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വഴക്ക് വേണ്ട, കേട്ടല്ലോ? പിന്നെ അപ്പുവിനും മനസ്സിൽ ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനെപ്പറ്റി അപ്പു അമ്പിമാമനോട് എന്തെങ്കിലും സൂചിപ്പിച്ചോ? ഇല്ല. പക്ഷേ അതേത് നിമിഷവും ഉണ്ടായേക്കും. അതുകൊണ്ടായിരിക്കും എന്നോടിവിടെ തങ്ങാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്പിമാമ എന്നോടും കൂടി ഒന്ന് സൂചിപ്പിക്കണേ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടോ. ഏതായാലും താൻ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്. ഹലോ സൂര്യചേട്ടാ, എനിക്ക് സൂര്യചേട്ടൻ്റെ ഒരു സഹായം വേണം. പറ്റുമല്ലോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. സംഗതി സൂര്യചേട്ടൻ പേടിക്കുന്ന പോലെ ഒരു സീരിയസ് ഇഷ്യൂ ഒന്നുമല്ല, എന്നാലും ഒരു അത്യാവശ്യ കാര്യം. ഞാൻ പറയുന്ന കാര്യങ്ങള് 1 മണിക്കൂറിനകം എന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമോ? ഇത് മെഡിസിൻ തന്നെയാ, പക്ഷെ അത് എനിക്കല്ല, ഒരാളുടെ പിണക്ക് മാറ്റാനുള്ളതാ. വേറെ ആരുടെയല്ല, എന്റെ അമ്മയുടെ. എന്താ വേണ്ടത് ഞാൻ ഡീറ്റെയിൽ ചെയ്യാം, പക്ഷെ അത് ചെയ്തുതരാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ, വേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ ടെക്സ്റ്റ് ചെയ്യാം. ക്യാഷ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഓക്കെ, താങ്ക്സ്. ഹലോ. ഹലോ, അപ്പു അല്ലേ? അതെ, ഞാൻ കിരണാണ്, സൂരജിന്റെ ഫ്രണ്ട്. മനസ്സിലായി. എന്താ കിരൺ, എല്ലാം ഓക്കെ അല്ലേ? അതെ, സൂരജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നിങ്ങളിപ്പോ എവിടെ എത്തി? അപ്പുവിന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ശരി ശരി, ഞാൻ ഉടനെ വരാം. ഇതിലെല്ലാം ഉണ്ട്. താങ്ക്സ്. ക്യാഷ് എത്രയായി? ബില്ല് ഇതിലുണ്ട്. സൂരജിന്റെ നമ്പറിലേക്ക് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ശരി, ഞാനത് ചെയ്തോളാം. താങ്ക്സ്. ഓക്കെ, ഗുഡ് നൈറ്റ്. വാതിലടയ്ക്കാതെയാണോ ബി പി കിടന്നത്? ഞാനത് ശ്രദ്ധിച്ചതുമില്ല. അപ്പോ നീ ഈ സമയത്ത് ഇത് എവിടെ പോയിട്ട് വരുന്നു? എന്താ കയ്യില്? എന്താ അപ്പോ ഇത്? നീ ഇത് എവിടാ പോയത്? എപ്പോഴാ പോയത്? ഈ വാതിൽ തുറന്നടക്കുന്ന കണ്ട് ഞാൻ അടയ്ക്കാൻ വരികയായിരുന്നു. മിണ്ടല്ലേ, എല്ലാം ഞാൻ പറയാം. ഇങ്ങോട്ട് വാ. എന്താ കാര്യം? പറയാം. നീ ഇതെന്താ ഒന്നും പറയാതെ പോകുന്നേ? പറയാം.
എന്താ അപ്പു, നീ ഇത് എവിടെയാ? VIP പേടിക്കണ്ട, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. എന്തു പറ്റി? എന്തിനാ നീ ഇപ്പൊ വിളിച്ചത്? VIP, ഇനി ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കണം. അമ്മ ഉണർന്നോ? ഇല്ല, എന്തു പറ്റി? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മ ഉണർത്തി രണ്ടുപേരും കൂടി എന്റെ റൂമിലോട്ട് വാ. അപ്പോ എന്താ, എന്തു പറ്റി നിനക്ക്? എന്റെ പൊന്നു VIP, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ എന്റെ റൂമിൽ സേഫ് ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കണം. അമ്മയെ വേഗം ഉണർത്തി രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വാ. അമ്മയെ കൊണ്ടുവരാതെ വരരുത്, മസ്റ്റായിട്ട് കൊണ്ടുവരണം. ഓക്കെ? അപ്പൊ നീ കാര്യം പറ. എന്റെ VIP ഇങ്ങനെ നടന്ന് പിടയ്ക്കാതെ, ഇങ്ങോട്ടല്ലേ വരുന്നത്, പിന്നെന്താ? ഗീത, ഗീത. എന്താ VIP? ഒന്നുമില്ല. താൻ എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ട്? അപ്പു വിളിച്ചിരുന്നു, നമ്മൾ രണ്ടും കൂടി അപ്പുവിന്റെ റൂമിലേക്ക് ചെല്ലണമെന്ന്. എന്താ, എന്ത് പറ്റി? കാര്യമൊന്നും പറഞ്ഞില്ല, താൻ വാ. അമ്പിമാമനെവിടെ? താൻ വാ, ചിലപ്പോ മുകളിലുണ്ടാവും. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഇത് അപ്പുവിന്റെ വക ഒരു സർപ്രൈസാ. അപ്പോ നിന്റെ കോൾ വന്നപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. താൻ മാത്രമല്ലടോ, അപ്പു എന്നെ ഒന്ന് പേടിപ്പിച്ചു. എല്ലാം നമ്മളറിയാതെ ഒറ്റയ്ക്കുള്ള പരിപാടിയായിരുന്നു. പറഞ്ഞ പോലെ ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ഛേ, ഞാനതങ്ങ് വിട്ടുപോയി. ഓർത്തിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്നേനെ. നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? ഇന്ന് നിന്റെ പിറന്നാളല്ലേ? ആദ്യത്തെ വിഷ് കിട്ടേണ്ട ആളിൽ നിന്ന് തന്നെ കിട്ടിയല്ലോ. ദേ, ഇനി ഐശ്വര്യമായിട്ട് വന്ന് കേക്ക് മുറിച്ചേ, അല്ലേ VIP? എന്തായാലും എല്ലാം സെറ്റല്ലേ? എന്നാ പിന്നെ ആ ചടങ്ങ് മനോഹരമായിട്ട് അങ്ങ് നടക്കട്ടെ. ഗീത, പാടോ. എന്തിനാ ഇതൊക്കെ? ഒന്നും വേണ്ടിയിരുന്നില്ല. അമ്മ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ എല്ലാം രഹസ്യമാക്കി ഓപ്പറേറ്റ് ചെയ്തത്. അതെ, ആരുടെ പിറന്നാൾ എങ്ങനെ ആഘോഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇപ്പൊ പിറന്നാൾ കൂട്ടി വന്ന് ഈ കേക്കൊന്ന് മുറിച്ചേ. ഭാഗീത, താനിങ് വാ. ആ കട്ടി. കഴിക്കേ, മുഴുവൻ കഴിക്കേ. ഇനി ഇവർക്ക് കൊടുത്തേ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇനി അപ്പൂന്. അപ്പൂന് കൊടുക്ക്.
ഗീത, ആന്റിയാകെ വണ്ടടിച്ച് നിൽക്കാണെന്ന് തോന്നല്ലോ. സംശയിക്കണ്ട, ഇതൊക്കെ അപ്പുവിന്റെയും മാളുവിന്റെയും പ്ലാനിങ് തന്നെയായിരുന്നു. ലാസ്റ്റ് നിമിഷം ഞാൻ പോലും ഇതേക്കുറിച്ച് അറിഞ്ഞത്. പിന്നെ ഒരു നല്ല കാര്യം ആയതുകൊണ്ട് സമയമൊന്നും നോക്കിയില്ല ആന്റി, ഞങ്ങൾ ഇങ്ങി പോകുന്നു. ആന്റി, ഞങ്ങളുടെ ഈ ട്രീറ്റ് ശരിക്കും ആന്റിക്ക് ഒരു സർപ്രൈസ് ആയല്ലേ? ആന്റിയെ കണ്ട് വിഷ് ചെയ്യാനും ഒപ്പം ഒരു സോറി പറയാനും കൂടിയാ ഞങ്ങൾ വന്നത്. ഈ ദിവസം ആയതുകൊണ്ട് ആന്റി ഞങ്ങളെ വഴക്ക് പറയില്ലെന്നറിയാം. എന്താ ആന്റി ഒന്നും വേണ്ടാത്ത? ആ, ഈ സമയത്ത് ഗീതയെ വിഷ് ചെയ്യാൻ പുറത്തുനിന്നും ആൾക്കാരുണ്ടല്ലോ. എല്ലാം വിപുലമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആയിരുന്നു അല്ലേ? എന്താ ആന്റി, ഇതുവരെ എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയില്ലേ? എന്താ എന്നോടൊന്നും വേണ്ടാത്ത? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗീത, എന്താപ്പോ ആന്റി എന്താ എങ്ങനെ? ഏയ്, നിങ്ങളത് കാര്യമാക്കണ്ട. ഇന്ന് രാവിലെ മുതൽ അമ്മ മൂഡ് ഔട്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സർപ്രൈസ് ഒരുക്കിയപ്പോ അമ്മ ആകെ എക്സൈറ്റഡ് ആയി. അതിന്റെ ഒരു ഷോക്കിലാവും അമ്മ ഇങ്ങനെ റിയാക്ട് ചെയ്തത്. നീ അതിൽ വിഷമിക്കണ്ട. അപ്പൊ ഒന്ന് വന്ന്. ഡോക്ടറെ, അപ്പു പറഞ്ഞു തന്നെയാ കാര്യം. ഗീത ഇങ്ങനെയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, അത്രേ ഉള്ളൂ. ജോബിനൊന്ന് വന്നേ. ചുരുക്കി പറഞ്ഞ ഗീതാന്റെ ഞെട്ടിക്കാനുള്ള നിന്റെ ഈ ഐഡിയ പാളിപ്പോയി അല്ലേ? അപ്പോ ഇങ്ങനെ ഒരു ഐഡിയ പ്ലാൻ ചെയ്തപ്പോഴേ എനിക്കതിന്റെ സക്സസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു മാളു. ഐഡിയ പാളിപ്പോയെങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അമ്മയുടെ മനസ്സിൽ എന്നോട് തോന്നിയ അകൽച്ചയുടെ കാരണം നമ്മൾ കരുതുന്ന പോലെ അത്ര നിസ്സാരമല്ല. നമ്മുടെ ഒളിവ് ജീവിതം മറ്റെല്ലാരെയും പോലെ അമ്മയെ വേദനിപ്പിച്ചെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനപ്പുറം ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്ന് അമ്മയുടെ മനസ്സിലൊരു ഭാരമായിട്ട് കിടപ്പുണ്ട്. ഇന്നത്തെ റിയാക്ഷൻ അതിന്റെ ഒരു സൂചനയാണ്. ഗീതാന്റെ ഒരു പക്ഷെ അങ്കിളിനോടോ അമ്പിമാമനോടോ അതേപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ഒരിക്കലുമില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ അമ്പിമാമനെങ്കിലും എന്നോടത് ഷെയർ ചെയ്യുമായിരുന്നു. എന്റെ ഭാവിയെപ്പറ്റി അമ്മ വല്ലാതെ ആശങ്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് അമ്പിമാമൻ എന്നോട് പറഞ്ഞത്. പക്ഷെ അതോ ഈ പിണക്കവും തമ്മിൽ എന്ത് ബന്ധം? നിന്റെ ഭാവിയെ പറ്റി ആന്റി അത്രയ്ക്ക് വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിന്നോട് സീരിയസ് ആയി സംസാരിക്കല്ലേ വേണ്ടത്? അല്ലാതെ ഇങ്ങനെ പിണങ്ങി അകന്നു കഴിയുന്നുണ്ട് എന്ത് പ്രയോജന? അതാ മാളു ഞാൻ പറഞ്ഞത്. അമ്മയുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ലാന്ന്. എന്നെപ്പറ്റി എന്റെ ഭാവിയെപ്പറ്റിയും എന്തൊക്കെയോ കാര്യമായ ആശങ്കകൾ ആ മനസ്സിലുണ്ട്. പക്ഷെ നീ പറഞ്ഞതുപോലെ അതെന്താണ് എന്നോട് ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. സാരമില്ല മാളു, ഒരു കണക്കിന് ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. അതുകൊണ്ട് എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റി. എന്നുവെച്ചാ എന്താ നീ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ പ്രതീക്ഷകൾക്കൊപ്പമോ അതിനപ്പുറമോ എനിക്ക് വളരണം. ഇനി എന്റെ ഓരോ ശ്രമങ്ങളും അതിനുവേണ്ടിയുള്ളതാ. ഞാൻ മനസ്സിൽ ചിലതൊക്കെ കണക്കൂട്ടുന്നുണ്ട്. എന്താ നീ മനസ്സ് കണ്ടേക്കുന്നത്? ഇപ്പോ അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയൊരവസ്ഥയിലല്ല. മനസ്സിൽ ചില വേഗമായ ഐഡിയകൾ മാത്രമേ ഉള്ളൂ. അത് ആദ്യം ഒന്ന് ഉരുത്തിരിഞ്ഞ് പക്ക പ്ലാനിലേക്ക് വരണം. അത് വന്നോട്ടെ, പക്ഷെ നീ എന്താ ഉദ്ദേശിക്കുന്നെന്ന് എന്നോട് പറ.
ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അത് നിന്നോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു കരട് രൂപം. ഒന്ന് ഫൈനലി ഫിക്സ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓ, അപ്പോ ഞാൻ അറിയുന്നതിന് അത്രയൊക്കെ കാത്തിരിക്കേണ്ടതുണ്ടോ അപ്പോ? ദേ, ഞാൻ ഇപ്പോഴൊരു കാര്യം പറയാം. നീ തനിച്ചായിട്ടൊരു തീരുമാനം എടുക്കരുത്. എന്റെ കാര്യത്തിൽ നീ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു. ഇനി നിന്റെ കാര്യവും നമ്മൾ രണ്ടും കൂടിയുള്ള തീരുമാനം മതി. നീ വിഷമിക്കണ്ട, സമയമാവട്ടെ. നിന്നോട് ഷെയർ ചെയ്തിട്ട് ഞാൻ എന്ത് തീരുമാനം എടുക്കൂ, പോരെ? ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് ഒരു അവ്യക്ത രൂപോ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരുപക്ഷെ തുടക്കം മുതൽ അപ്പുവിന് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാവാം ഗീതയ്ക്ക് അപ്പുവിൻ്റെ ഈ പ്രവൃത്തിയുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാനാവാതെ പോയത്. ആ ഒരു സൗന്ദര്യപ്പിണക്കത്തിന് തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. എനിക്കത് മനസ്സിലാവുമെങ്കിൽ പുറമേ ശാന്തമാണെങ്കിലും ഇതുപോലെ തന്നെയാ മാളുവിൻ്റെ വീട്ടിലെ അവസ്ഥയും. മുത്തശ്ശി മാത്രം പ്രത്യക്ഷത്തിൽ പിണക്കം ഭാവിക്കുന്നുണ്ടെങ്കിലും സംഭവിച്ച കാര്യങ്ങളിൽ ആൻറ്റിക്കും അങ്കിളിനൊക്കെ നല്ല വിഷമമുണ്ട്. രണ്ടുപേരെ അതൊക്കെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഞാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നു. ആ ഒരു കാര്യത്തിൽ ജോബിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരുപക്ഷെ ജോബിൻ വസ്തുതകൾ മനസ്സിലാക്കാൻ വൈമനസ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ആവുമായിരുന്നില്ല രണ്ടുപേരുടെ അവസ്ഥ. ഡേസിക്കും ജോബിന് അങ്ങനെ ഒരു വലിയ മനസ്സ് തോന്നിയത് കുട്ടികളുടെ കാര്യത്തിൽ രക്ഷയായി. സത്യത്തിൽ അപ്പോൾ മാളുവിനെ മാത്രമല്ല ഞങ്ങളുടെ ലൈഫിനെ കൂടിയാ സേവ് ചെയ്തത്. ഗീത ആൻറ്റിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയെങ്കിൽ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഗീതയ്ക്കും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം സ്വയം എടുത്തപ്പോൾ അമ്മയിൽ നിന്നും വല്ലാതെ അകന്നു പോയതായി ഗീതയ്ക്ക് തോന്നി. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായി കണ്ടാൽ മതി ഇതൊക്കെ. ഗീതയെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാനും അപ്പൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അങ്കിള് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഗീത ആൻറ്റിയുടെ പിണക്കമൊക്കെ മാറി രണ്ടുപേരും പഴയതുപോലെ നല്ല കൂട്ടാവും. ആ ഒരു വിശ്വാസം എനിക്കുമുണ്ട്. രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞോ? ഗീതാന്റെ എനിക്കൊന്ന് കാണുന്നുണ്ടെങ്കിൽ. നോ മാളു, ഇപ്പം വേണ്ട. ആൻറ്റി ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട. നമുക്ക് ഇനിയൊരു ദിവസം വരാം. അതാ മോളെ നല്ലത്. ഇനിയിപ്പോൾ ഗീതയെ കാണണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഗീത അതിന് വില്ലിങ് ആയെന്ന് വരില്ല. വെറുതെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാ നല്ലത്, അല്ലേ അപ്പോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അങ്കിൾ. ഇനിയൊരു ദിവസം വരാം. വരണം. നിങ്ങളുടെ പ്രസൻസ് അപ്പൂന് മാത്രമല്ല ഗീതയ്ക്കും ആശ്വാസമാവും. ഇവിടം വരെ വന്നിട്ട് ഗീതയെ വിചാരിച്ച പോലെ വിഷ് ചെയ്യാൻ പറ്റാത്തതിൽ നിനക്ക് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. സാരമില്ല മോളെ, നമുക്കതൊക്കെ മാറ്റാന്നേ. ഇതുപോലുള്ള അവസരങ്ങൾക്ക് ഇനിയും വരുന്നേ, വിഷമിക്കില്ലേ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. മമ്മി വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മതി. ഓ ശരി, വാ. ശരി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് എപ്പോൾ എഴുന്നേറ്റു? ഞാൻ ഫ്രഷ് ആവാൻ പോകുമ്പോഴും താന്നല്ല ഉറക്കായിരുന്നു. ലേറ്റ് നൈറ്റ് ആയില്ലേ കിടന്നപ്പോ, അതുകൊണ്ടാണ് ഉണർത്താതിരുന്നത്. എന്തുപറ്റി ആകെ വല്ലാതിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അത് വെറുതെ. ഈ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്താ കാര്യം പറ. രാവിലെ അമ്മച്ചി വല്ല ഉടക്കുവർത്താനം പറഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെന്താ ആകെ ഒരു മൂഡ് ഓഫ്? പറയടോ. ഒന്നുമില്ലെന്നേ, ഒക്കെ ഡോക്ടർക്ക് വെറുതെ തോന്നുന്നതാ. അല്ലെന്നേ, ഇനിയിപ്പോ എന്റെ തോന്നലാണെങ്കിൽ തന്നെ തന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന കാര്യം ഉറപ്പാ. അതുകൊണ്ട് എന്താ കാര്യമൊന്നും മര്യാദയ്ക്ക് വേഗം അങ്ങ് പറഞ്ഞു. ആ, ചുമ്മാ ജാടയിടാതെ പറയടോ. എന്തോരും എനിക്ക്? ഒന്നുമില്ല ഡോക്ടർ, ഞാൻ ഇന്നലെ അപ്പുവിന്റെ വീട്ടിൽ നടന്നൊക്കെ ആലോചിച്ചു പോയതാ. അത്രേ ഉള്ളൂ. താൻ അത് ഇതുവരെ മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? എടോ, ആ സംഭവത്തിന് ശേഷം ഗീതാന്റെ തന്നെ കാണുന്നത് ആദ്യമായിട്ടല്ലേ? അതിന്റെ ഒരു പിണക്കം പുള്ളിക്കാരി ഒന്ന് രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ. താനത് കാര്യമാക്കണ്ടെന്നേ. ഒന്നുമല്ല, ഗീതാന്റിക്ക് ഇപ്പോഴും
എന്നോടും അപ്പൂനോടും ഒന്ന് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല, അതുറപ്പാ. ഇനി ഒരിക്കലും അതിന് കഴിയുമെന്നും തോന്നുന്നില്ല.